എവരി വൺ, ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിൻ്റെ ഫെമിലറൈസേഷൻ ഓഫ് കമ്പോണൻസ്, അതിൽ പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് റെസിസ്റ്ററും പിന്നെ കപ്പാസിറ്ററും ആണ്. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ഈ ഷോ ഇരിക്കുന്നത് ഹാഫ് വോട്ടിൻ്റെയും ക്വാർട്ടർ വോട്ടിൻ്റെയും റെസിസ്റ്റേഴ്സ് ആണ്. അതിൽ ഹാഫ് വോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് കൂടുതലായിരിക്കും, സ്മോൾ സൈസ് ആയിട്ടുള്ള ക്വാർട്ടർ വോട്ടാണ്. അതിൽ നമ്മൾ മെഷർമെൻറ്റ്സ് റീഡിങ്സ് വരുന്നത് കളർ കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 4 ബാൻഡ് കളർ കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷോ ചെയ്തിരിക്കുന്നത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. വേരിയബിൾ റെസിസ്റ്ററിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂണിംഗ് പർപ്പസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ 3 ലീഡ്സ് ഉണ്ട്. അതിൽ സെൻട്രൽ ഒരു നോബുണ്ട്. അപ്പോൾ നമുക്ക് ആ നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ സെൻട്രൽ നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ലീഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ചാർജിങ് ഡിസ്ചാർജിങ് ആണ്. ഇവിടെ 2 ടൈപ്സ് ഓഫ് കപ്പാസിറ്ററാണ് ഷോ ചെയ്തിരിക്കുന്നത്. അതിൽ ഓറഞ്ചും ബ്ലൂ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കപ്പാസിറ്റർ, മറ്റേത് സെറാമിക് കപ്പാസിറ്ററും ആണ്. അതിൽ ഇലക്ട്രോണിക് കപ്പാസിറ്ററിന് പൊളാരിറ്റി ഉണ്ട്. ലെന്ത് കുറഞ്ഞത് നെഗറ്റീവ് ലീഡ് ആണ്. ഓക്കെ, താങ്ക് യു.